സീ ഹോഴ്സ് എല്ലാവർക്കും സുപരിചിതമായ പേരാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ ജീവി. വരൂ, ഇന്നത്തെ വീഡിയോയിൽ കടൽ കുതിരയെക്കുറിച്ച് പഠിക്കാം. ശാസ്ത്രീയ നാമം ഹിപ്പോകാമ്പസ്. ഈ പേര് വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഹിപ്പോ എന്നാൽ ഹോഴ്സ്, കാമ്പോസ് എന്നാൽ കടൽ ജീവികൾ, അതായത് കടലിൽ ജീവിക്കുന്ന കുതിര. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രധാന ഭാഗമാണ് ഹിപ്പോകാമ്പസ്. ഈ പേര് വരുന്നത് കടൽ കുതിരയിൽ നിന്നാണ്. 45 ഇനം കടൽ കുതിരകളാണ് ഉള്ളത്. ഏറ്റവും ചെറിയ ഇനമായ സെറ്റോമിസ് പിഗ്മി 1.4 സെൻറ്റിമീറ്റർ വലിപ്പമേ ഉള്ളൂ. വലിയ ഇനമായ ബിഗ് ബെലി സീ ഹോഴ്സിന് 35 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടാകും. ഒരു അതിശയിപ്പിക്കുന്ന കാര്യം പറയട്ടെ, കടൽ കുതിര മീൻ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണെങ്കിലും ചിതമ്പലോ വയറോ നാവോ പല്ലോ ഒന്നും ഇതിനില്ല. പവിഴപ്പുറ്റുകൾ, കടൽ പുല്ലുകൾ, കണ്ടൽ ചെടിയുടെ വേരുകൾ, ശുദ്ധജലവും ഉപ്പുവെള്ളവും ഒത്തുചേരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരെ കാണാൻ കഴിയും. മറ്റു മത്സ്യങ്ങൾ വാലുകൾ ഉപയോഗിച്ച് നീങ്ങുമ്പോൾ കടൽ കുതിരയുടെ വാലുകൾ ഉപയോഗിക്കുന്നത് നീങ്ങുവാനല്ല, മറിച്ച് പവിഴപ്പുറ്റുകൾ, കടൽപ്പായലുകൾ, വേരുകളിൽ തുടങ്ങിയവയിൽ വാലുകൾ കൊണ്ട് ചുരുട്ടിപ്പിടിച്ച് ശരീരം ബാലൻസ് ചെയ്യാനാണ്. കടൽ കുതിരകൾ നീങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? പുറകുഭാഗത്ത് മധ്യത്തിലുള്ള ചിറകുകൾ ഉപയോഗിച്ചാണ് നീങ്ങുന്നത്. വളരെ ചെറിയ ചിറകാണ്. തലയുടെ ഇരുഭാഗത്തുള്ള ചിറക് ദിശ മാറ്റാൻ സഹായിക്കുന്നു. ഇങ്ങനെ ചിറകുകളുടെ സഹായത്താൽ മാത്രം നീങ്ങാൻ കഴിയുന്നതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം 1.5 മീറ്റർ മാത്രമേ സഞ്ചരിക്കൂ. ലോകത്തിലെ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന മീനുകളിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് കടൽ കുതിര. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത്രയും പതുക്കെ പോകുന്ന ജീവി എങ്ങനെ ഇരയെ പിടിക്കും? ഇത് പരിശോധിക്കുമ്പോൾ മറ്റൊരു അത്ഭുതം കാണാൻ കഴിയും. ഇരയെ പിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉള്ള ജീവിയാണ് കടൽ കുതിര. 90% വരെയാണ് വിജയനിരക്ക്. എങ്ങനെ ഇവർ ഇര പിടിക്കുന്നു എന്ന് നോക്കാം. വാലുകൾ കൊണ്ട് കടൽ ചെടിയെയോ മറ്റ് പവിഴപ്പുറ്റുകളിലോ പിടിച്ച് അനങ്ങാതെ ഇരിക്കുന്നു. 2 കണ്ണുകളും സ്വതന്ത്രമായി ഒരേ സമയത്ത് വെവ്വേറെ ദിശകളിലേക്ക് നോക്കാൻ കഴിയും. ഇരകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ തല ഉയർത്തി ഇരകളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഈ ഇര നേരിട്ട് വയറ് ഇല്ലാത്തതുകൊണ്ട് കുടലിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇര പിടിക്കുന്ന രീതിയാണ് പിവോട്ട് ഫീഡിംഗ്. ഇങ്ങനെ ഇര പിടിക്കുമ്പോൾ വിജയശതമാനം കൂടുതലാണ്. ചെമ്മീൻ, പ്ലാങ്ക്ടൺ തുടങ്ങിയ ചെറിയ ജീവികളാണ് ഭക്ഷണം. ഇര നേരിട്ട് കുടലിൽ ചെല്ലുന്നതുകൊണ്ട് വേഗം ദഹിക്കുന്നു. അതിനാൽ കൂടുതൽ ഭക്ഷണം ആവശ്യമായി വരുന്നു. ലോകത്തിൽ ആണുങ്ങൾ പ്രസവിക്കുന്ന ഒരേ ഒരു ജീവി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇണകൾ വാലുകൾ കൂട്ടിച്ചേർത്ത് മനോഹരമായി നൃത്തം ചെയ്യുന്നു. അതിനുശേഷം പെൺകടൽ കുതിരകൾ ആണുങ്ങളുടെ ശരീരത്തിലുള്ള സഞ്ചിയിലേക്ക് മുട്ടകൾ നിക്ഷേപിക്കുന്നു. അവിടെ വെച്ച് ബീജസങ്കലനം നടന്ന ശേഷം ബീജങ്ങൾ ആൺ കടൽ കുതിരയുടെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ച് വളരുന്നു. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പേശികൾ ചലിപ്പിച്ച് സഞ്ചിയിലെ ചെറിയ സുഷിരത്തിൽ കൂടി പുറത്തേക്ക് വിടുന്നു. ഈ സഞ്ചിയുടെ പേര് ബ്രൂഡ് പൗച്ച് എന്നാണ്. ഈ ബീജങ്ങൾ കുഞ്ഞുങ്ങളാകാൻ ഓരോ സ്പീഷീസിനനുസരിച്ച് 10 ദിവസം തുടങ്ങി 6 ആഴ്ച വരെ വേണ്ടിവരും. ഓരോ പ്രസവത്തിലും 500 തുടങ്ങി 2000 കുഞ്ഞുങ്ങൾ വരെ പുറത്തു വരും. സങ്കടമെന്ന് പറയട്ടെ, പ്രായപൂർത്തിയായി വരുന്നത് 10-ൽ താഴെ മാത്രം ഉള്ളവർ. കടൽ കുതിരയുടെ കുഞ്ഞുങ്ങളെ ഫ്രൈ എന്നാണ് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഇര പിടിക്കുവാനും നീന്തുവാനും ഒക്കെ കഴിവുണ്ട്. കടൽ കുതിരയ്ക്ക് ഒരേ ഒരു ഇണ മാത്രമേ ഉണ്ടാകൂ. ഏതെങ്കിലും സാഹചര്യത്താൽ ഇണ മരിച്ചാൽ വിഷാദം, സ്ട്രെസ്, ട്രോമ എന്നിവ ഉണ്ടാകും. ഏതാനും ആഴ്ചകൾ പിടിക്കും അതിൽ നിന്ന് മുക്തി നേടാൻ. അതിനുശേഷം മാത്രമേ അടുത്ത ഇണയെ കണ്ടുപിടിക്കുകയുള്ളൂ. ഇതിലൂടെ ഇണകളുടെ ഇടയിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത മനസ്സിലാകും. കടൽ കുതിരകൾക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് നിറം മാറാനുള്ള കഴിവ് അപാരമാണ്. അത്
ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടുവാനും ഇരയെ പിടിക്കുവാനും സഹായിക്കുന്നു. ഈ വീഡിയോയിലൂടെ കടൽ കുതിരയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു അത്ഭുത ജീവിയെക്കുറിച്ച് അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.